ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1182 ഹിൻസും പിന്നെ കുറച്ച് സ്പോയിലേഴ്സുമാണ്. ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ട്രസ്റ്റബിൾ ആയുള്ള കുറച്ച് സ്പോയിലേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ സാഞ്ചിയും സോറോയും ഇഞ്ചേർഡാണ്, പക്ഷെ ഒരു കംപ്ലീറ്റ്ലി ഡിഫീറ്റ് ആയിട്ടില്ല. ഇതേ സമയത്ത് ലോക്കി തൻ്റെ ലൈറ്റ്നിങ് പവേഴ്സും റാഗ്നറിൻ്റെ ഐസും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് സേവറിലുള്ള അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇമോ നിസ്സാരമായി തന്നെ അതെല്ലാം തൻ്റെ ഫയർ ബോൾസ് യൂസ് ചെയ്തുകൊണ്ട് കൗണ്ടർ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഷോമേസും കില്ലിംഗും ഇൻഡീഡ് നന്നായിട്ട് സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല ഷോമേസിൻ്റെ കാര്യത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ജയന്റിൻ്റെ ഷിപ്പ് പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ചുമന്നുകൊണ്ട് പോകും. എന്നിട്ട് ആ പിള്ളേരെ കിഡ്നാപ്പ് ചെയ്യുന്ന പ്ലാൻ ഉണ്ടല്ലോ, അത് അവൻ കൈവിട്ടില്ല, അതിപ്പോൾ ചെയ്യാനാണ് പോകുന്നത്. ഇതേ സമയം കില്ലിംഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവനവൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ക്രിയേഷനാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അത് അവൻ്റെ തന്നെ ഡ്രീം വെച്ചുകൊണ്ടാണ്. അതായത് സാസ ദി റെയിൻ ഗോഡസ്. ഈ വേൾഡ് ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളാണ് സാസ ദി റെയിൻ ഗോഡസ്. ആൻഡ് സാസ എന്ന് പറയുന്നത് റിയലി സ്ട്രോങ് ആണ്. അതുമാത്രമല്ല നിസ്സാരമായി തന്നെ ഒരു എൻ്റയർ വില്ലേജ് തന്നെ അവിടെ ഫ്ലഡിലാക്കുന്നുണ്ട്. ഇതേ സമയത്താണ് സോറോയും സാഞ്ചിയും കൂടെ കില്ലിംഗത്തിനെ ഷോമിസിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫൈനൽ ഫൈറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റു കുറച്ച് ഹിൻസ് സ്പോയിലേഴ്സിൻ്റെ ഇതിലേക്ക് പോകാം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ആൻഡ് ലോക്കി ഇത്തവണ ഹൈബ്രിഡ് ഫോമിലാണ് കാണാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല ഇമോനാണ് ഇപ്പോൾ ക്ലിയർലി അപ്പർ ഹാൻഡ് ഉള്ളത്. പിന്നെ ഈ ചാപ്റ്ററിൽ കുറച്ചധികം ലോർസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ അത് ഇമോനെ മെൻഷൻ ചെയ്തുകൊണ്ട്, അത് മാത്രമല്ല ഗോഡ്സിനെ പറ്റി മെൻഷൻ ചെയ്തുകൊണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ സാസനെ പോലെ ഒരു ഗോഡായിരിക്കും. ലൈക്ക് നമ്മുടെ പണ്ട് അതായത് സ്കൈപ്പിൽ വെച്ച് തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം കണ്ടിട്ട് സോറോണ് കില്ലിംഗുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, സാഞ്ചി ആയിരിക്കും ഷോമേസായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ലൈക്ക് ലൂഫി ആ ഒരു ഫൈറ്റിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. അവരെന്തായാലും ഈ ചാപ്റ്റർ കാണുന്നുണ്ട്, പക്ഷേ കഴിക്കുന്നതായിട്ടല്ല കാണുന്നത്. പിന്നെ മൈനറായിട്ട് ഒരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്. ഈ നിക്കയുടെ പേര് വന്നിട്ടുള്ളത് ആ ഒരു സ്മൈലിൽ നിന്നാണ്, എന്നാൽ സാസയുടെ പേര് വന്നിട്ടുള്ളത് ആ ഒരു ഹെവൻ റെയിനിൽ നിന്നാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്പോയിലേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ ചാപ്റ്റർ നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് വിലയിരുത്താൻ പാടില്ല. ചാപ്റ്റർ വന്നതിന് ശേഷം മാത്രമേ നമുക്കിത് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ അടുത്ത വീക്ക് ബ്രേക്ക് ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്.